സ്കൂൾ റീ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ തലേദിവസമായിട്ടുള്ള ഞായറാഴ്ചത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഞാനിന്ന് എൻ്റെ വീട്ടിലാണുള്ളത്. ശനിയാഴ്ച വൈകിട്ടാണ് വന്നത്. അപ്പോൾ പിള്ളേരൊന്നും എണീച്ചിട്ടില്ല, എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഞാൻ രാവിലെ തന്നെ എണീച്ചു. പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബോസിനെ തുറന്നു വിടാനായിട്ട് പോയി. അവരും കുറച്ച് പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. രാവിലെ തന്നെ എണീച്ചപ്പോൾ അമ്മയ്ക്ക് തീരെ വയ്യാന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ചേച്ചിയും കൂടിയിട്ടാണ് ഇന്ന് അടുക്കളപ്പണിയൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത് കേട്ടോ. അമ്മ എണീച്ചതും കോഴികളൊക്കെ തുറന്നു വിട്ടേക്കാണ് അവർക്ക് തീറ്റ കൊടുക്കാനായിട്ട്. ഇവിടെ 2 കോഴിക്കൂടുകളിലായിട്ട് ഒരുപാട് കോഴികളുണ്ട്, കോഴിക്കുഞ്ഞുങ്ങളുണ്ട്, വിരിഞ്ഞിറങ്ങിയവയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ അമ്മയ്ക്ക് ഇവറ്റകൾക്കൊക്കെ തീറ്റ കൊടുക്കണമെന്ന് നിർബന്ധമുള്ളൊരു കാര്യമാണ്. ഇവരങ്ങനെ തുറന്നു വിടാറൊന്നുമില്ല. ഇവിടെ ഭയങ്കര നായകളുടെ ശല്യമുണ്ട്. അതുകൊണ്ട് തന്നെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ 1 2 ഒക്കെ ആയിട്ട് കുറവായിട്ടാണ് പിന്നീട് അങ്ങോട്ട് കൂട്ടിൽ കയറാറുള്ളത് കേട്ടോ. അപ്പോൾ അമ്മ ആ ഒരു പണികളിലായിട്ട് അമ്മ തിരക്കിലാണ്. ഞാൻ എന്തായാലും രാവിലെ എണീച്ചിട്ട് മുടിയിൽ കുറച്ച് വെളിച്ചെണ്ണ തൊട്ട് പരട്ടാണ് കേട്ടോ. എനിക്ക് ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈയും അതുപോലെ തന്നെ ചൊറിച്ചിലൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയൊന്ന് തൊട്ട് പരട്ടി. അതിനുശേഷം മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റം അടിക്കാനായിട്ട് നോക്കിയപ്പോൾ ഒരുപാട് കരടും കാര്യങ്ങളൊന്നും കണ്ടില്ല. അപ്പോൾ കുറച്ചിങ്ങനെ നടന്നപ്പോൾ ഇതാ കണ്ട കാഴ്ചയാണിത്. അമ്മ ഒരുപാട് കല്ലിങ്ങനെ പടവലങ്ങ വലുതാവാനായിട്ട് കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ചെറിയ ചെറിയ പടവലങ്ങകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വിശേഷം അമ്മോട് വന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയാണ്, ഇത് ഇത്ര തന്നെ വളരുള്ളൂ, ഇതിൽ കല്ല് കെട്ടിയിട്ടൊന്നും കാര്യമൊന്നുമില്ല, ഇത് എന്തോ ഒരു അപൂർവം ഇനം പടവലങ്ങയാണെന്നാണ് പറഞ്ഞത്. ആർക്കെങ്കിലും ഇതിനെ പറ്റിയിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ നല്ല നീട്ടുള്ള പടവലങ്ങയൊക്കെ അല്ലേ കണ്ടിട്ടുള്ളത്, പക്ഷേ ഇതിന് ഇത്രേ വലിപ്പം വരുള്ളൂ, ഇത്ര ഇത് മൂത്തതാണെന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനും ചേച്ചിയും കൂടി നേരെ കിച്ചണിലേക്ക് കയറി. കാലത്ത് തന്നെ നമ്മൾ ബീഫും പൊറോട്ടയും കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പൊറോട്ട ഓൾറെഡി വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് കറി ഉണ്ടാക്കണം. തലേദിവസം തന്നെ അമ്മ ബീഫൊക്കെ വേവിച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് സെറ്റാക്കി എടുക്കാനുള്ള ഒരു പരിപാടിയാണ്. ഇത്തവണ വെക്കേഷന് ചേച്ചി ആകെ കൂടി നാട്ടിൽ 2 ആഴ്ചയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ജോലിക്ക് പോലും അങ്ങനെയുള്ള കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് വിറകടുപ്പ് കത്തിക്കാനായിട്ട് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഗോവയിലാണ്. അവർക്ക് അവിടെ ഫ്ലാറ്റിൽ ഗ്യാസ് സ്റ്റവ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിറകടുപ്പ് കത്തിക്കാനൊന്നും അറിയില്ല. പിന്നെ അമ്മയാണ് കൂടുതലും ഇവിടെ വിറകടുപ്പൊക്കെ കത്തിക്കാറുള്ളത്. ഞാനും വല്ലപ്പോഴൊക്കെ ചോറ് വയ്ക്കാൻ മാത്രമാണ് വിറകടുപ്പൊക്കെ കത്തിക്കാറുള്ളത്. എന്തായാലും അമ്മേനെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വിറകടുപ്പൊക്കെ കത്തിച്ചത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഉരുളിയിലാണ് ഇന്ന് ബീഫ് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവോളയൊക്കെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ബീഫ് കറി ഉണ്ടാക്കുന്ന സമയത്ത് ചേച്ചി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ട് മുരിഞ്ഞു വന്ന സമയത്ത് നമ്മളതിലേക്ക് 1.5 തക്കാളി ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ. ഇതൊക്കെ വഴണ്ടി വന്ന സമയത്താണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ ബീഫ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. എങ്കിലും കുറച്ച് മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായിട്ട് കുറച്ച് മുളക് പൊടിയും പിന്നെ നമുക്ക് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ല നെയ്യുള്ള ബീഫാണ്. അതുപോലെ തന്നെ ബീഫ് കുറച്ചൊക്കെ എല്ലുള്ള കഷ്ണങ്ങളാണ്. അതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. പുകയത്തൊന്നും ഇങ്ങനെ നിന്ന് പണിയെടുത്തുള്ള ശീലമൊന്നുമില്ല. എങ്കിലും അമ്മയ്ക്ക് വയ്യാത്ത സ്ഥിതിക്ക് ഇതൊക്കെ നമ്മൾ ചെയ്തേ പറ്റൂ. സാധാരണ വീട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് അടുക്കളയിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരാറില്ല കേട്ടോ. അമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. ഞാൻ അടിച്ചു വരിക, തുടയ്ക്കുക, ക്ലീനിങ് ചെയ്യുക, ഇങ്ങനെയുള്ള പണികളൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ടും ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളത്. അതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതും. അമ്മ അടുക്കളയിലുള്ള സമയത്ത് ചേച്ചിയാണ് അമ്മേനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കയറാറുള്ളത്. പക്ഷേ ഇത്തവണ ഒരു രക്ഷയില്ല, കയറാണ്ട് മാർഗ്ഗമില്ല. അങ്ങനെ എൻ്റെ റെസിപ്പി ആയിട്ടുള്ള ബീഫ് കറി നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് വെച്ചിട്ടുള്ളത് പൊറോട്ടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അക്ഷയൊക്കെ വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല കിഡിലും ടേസ്റ്റാണെന്ന് പറഞ്ഞത്. ചായ കുടിക്കാനിരുന്നപ്പോഴാണ് ചേച്ചി കയ്യിൽ ഒരു പിടി കാരക്കമിഠായി വന്നത് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, കാരക്കമിഠായി കഴിച്ചതിന് ശേഷം നമുക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇത് എത്ര കടിച്ചാലും പൊട്ടില്ല കേട്ടോ. കാരക്കമിഠായി എന്നാണ് ഞങ്ങളൊക്കെ പറയാറുള്ളത്. മറ്റെന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതുപോലെ ഒരു പ്ലെയിൻ കടലാസിൽ പൊതിഞ്ഞിട്ടാണ് വരാറുള്ളത്. കാരക്കമിഠായി ഒക്കെ കഴിച്ചു, അതിന് ശേഷമാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ നല്ല ചൂടുള്ള പൊറോട്ടയും ബീഫ് കറിയും അതുപോലെ തന്നെ നല്ല പാൽ ചായയും ഒക്കെ കൂടിയിട്ട് കിട്ടില്ലനായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിച്ചു. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇനി കുക്കിംഗ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ഞാൻ, കാരണം നമ്മൾ കൂടുതലായിട്ടും കുക്കിംഗ് തന്നെയാണ് കാണിക്കാറുള്ളത്. ഇനി അടുക്കളയിലെ വിശേഷങ്ങളെല്ലാം കാണിക്കാൻ പോകുന്നത് നമ്മൾ പുറത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വീട്ടിൽ 3-4 പ്ലാവൊക്കെ ഉണ്ട്. പക്ഷേ അതുമ്പോൾ ചക്കയൊന്നും അങ്ങനെ ഉണ്ടാവാറൊന്നുമില്ല. 2 കൊല്ലം വെച്ചിട്ട് ഓരോ പ്ലാവുമലായിട്ട് ചക്ക ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ചക്ക ഉണ്ടാവുന്നത് മുഴുവൻ ഏറ്റവും അറ്റത്തെ കൊമ്പിലായിരിക്കും. അത് ഇടാന്നുള്ളത് ഭയങ്കര ടാസ്ക് പിടിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. എന്തായാലും വെക്കേഷൻ കഴിഞ്ഞ് ഞങ്ങൾ കാരമുക്കിലേക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, എന്തായാലും ചക്കയുണ്ട്, അത് വെറുതെ താഴ്ത്ത് വീണ് ചീഞ്ഞു പോവുള്ളൂ, നിങ്ങൾ എന്തായാലും ഇടാൻ പറ്റുന്നത് ഇട്ട് കൊണ്ടക്കോ എന്ന് പറഞ്ഞിട്ട് ഞാനും ചേച്ചിയും കൂടിയിട്ട് തോട്ടിയൊക്കെ എടുത്തിട്ട് ചക്ക ഇടാനായിട്ടുള്ള പരിപാടിയിലാണ്.
ഒരു രക്ഷയില്ല, ചക്ക ഇടാനായിട്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല. ആ തോട്ടി തന്നെ പൊന്തിക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പരിശ്രമിച്ചിട്ട് നടക്കുന്നില്ല കേട്ടോ. അപ്പോഴാണ് ചേട്ടനും അതുപോലെ തന്നെ പിള്ളേരൊക്കെ വന്നത്. അപ്പോൾ പിള്ളേർ അത് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ചേട്ടൻ അതിൻ്റെ തപ്പൊക്കെ കെട്ടുകയാണ്. തപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോട്ടിയുടെ അറ്റത്തുണ്ടാവില്ലേ ഈ അരിവാള് വെച്ച് കെട്ടുന്ന ഒരു സംഭവം, നമ്മളോട് തപ്പെന്നാണ് പറയുക. അപ്പോൾ അതൊക്കെ വെച്ച് കെട്ടാനായിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. ഞാനപ്പോൾ വെറുതെ ഇങ്ങനെ നിന്ന് വാചകമൊക്കെ അടിക്കുന്നുണ്ട്. ഞങ്ങൾ ചക്കയിടുന്നതിൽ കൂടുതൽ ഞങ്ങൾ ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് ചെയ്യുന്നത്. താഴത്ത് നിന്നിട്ട് ചക്ക കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഗീതേച്ചിയുടെ മതിലിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ചക്ക ഇടുന്നത് കേട്ടോ. ചേട്ടൻ അവിടെ ചക്ക ഇടാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കൈയരിച്ച് തരുന്നത് തലയിലേക്കാണ്. അപ്പോൾ അവളുടെ തലയൊന്നും ഞാൻ നോക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ പേനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചേട്ടൻ ഇവിടെ തപ്പ് കിട്ടുക എന്നുള്ള മെയിൻ ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ആദ്യം തന്നെ ചക്കയിടാൻ കയറിയപ്പോൾ തപ്പ് പ്രാവശ്യം ഊരിപ്പോയിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ കെട്ടലാണ് കേട്ടോ. ചേട്ടൻ പരിശ്രമിച്ചിട്ട് ചേട്ടൻ നടക്കാതായപ്പോൾ ചേച്ചിയുടെ മോനെ വിളിച്ചു. പിന്നീട് അവൻ്റെ പരിശ്രമങ്ങളാണ് നടന്നത്. അവൻ്റെ പരിശ്രമത്തിനൊടുവിൽ നമുക്ക് 2 ചക്ക താഴത്തേക്ക് വീണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കൊണ്ടുപിടിച്ച മഴ പെയ്യുന്നതിനേക്കാളും മുൻപ് ചക്കയിടുന്നതാണ് ഏറ്റവും നല്ലത്. മഴ പെയ്തു കഴിഞ്ഞാൽ ചക്കയുടെ ഉള്ളിലേക്ക് വെള്ളം കയറും. പിന്നെ നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് ചക്കയ്ക്ക് ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു ചക്കയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണ്. പക്ഷേ എങ്കിലും ഇത് പഴുത്ത് കഴിക്കുന്നതിനേക്കാളും നമുക്ക് ചക്ക ഉപ്പേരി ഉണ്ടാക്കി കഴിക്കാനാണ്. അതായത് ചക്ക വറക്കാനൊക്കെ ബെസ്റ്റാണ്. ചോളയൊക്കെ നല്ല കനം കുറഞ്ഞതാണ് കേട്ടോ. എന്തായാലും ചക്കയൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ നേരെ ഞങ്ങൾ കണ്ടുപോയത് ഈ ഒരു വാഴക്കൊലമേലേക്കാണ്. എന്തായാലും ഒരു വഴിക്ക് പോകല്ലോ, അപ്പോൾ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഈ ഒരു കൊല വെട്ടിക്കഴിഞ്ഞാൽ പകുതി എനിക്കും കൊണ്ടുപോകാം, പകുതി ചേച്ചിക്ക് ഗോവയിലേക്കും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വെട്ടാനായിട്ട് നിന്നത്. അമ്മ പറഞ്ഞു ഇത് മൂത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ചേട്ടൻ എന്താ വാഴയുടെ നടുഭാഗം നോക്കിയിട്ട് തന്നെ വെട്ടി കൊടുക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ കയറ് പിടിച്ചിട്ട് സൈഡിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് കൊല അങ്ങോട്ട് താഴ്ത്ത് മുട്ടിയിട്ടോ. ഇനി അത് വെട്ടിയെടുക്കുക പരിപാടിയാണ്. അതിൻ്റെ ആ ഒരു വാഴപ്പട്ടയും കാര്യങ്ങളൊക്കെ നമുക്ക് വെട്ടിക്കളയണം. ഇനി ഇതിൻ്റെ ഉണ്ടിപ്പിടി വേണമെന്നുണ്ടെങ്കിൽ അതും കൊണ്ടുപോകാം. പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഭയങ്കര ആർഭാടല്ലേ എന്ന് വിചാരിച്ച് ഉണ്ടിപ്പിണ്ടി ഞങ്ങൾ അവിടെ തന്നെ നിർത്തി. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യമൊക്കെ പോകുമ്പോൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് വെട്ടിക്കൊണ്ടുവരാമല്ലോ. അത് അങ്ങനെ പെട്ടെന്നൊന്നും നാശാവില്ല. അങ്ങനെ അതിസാഹസികമായിട്ട് ഞങ്ങൾ കായക്കൊലയും വെട്ടിയിട്ട് നേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ കഴിക്കാനായിട്ട് ആൾക്കാരൊന്നുമില്ല, അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ പഴമൊന്നും കൊല വെട്ടിക്കഴിഞ്ഞാലും വെക്കാറില്ല. കടയിൽ കൊണ്ടുകൊടുത്ത് വിൽക്കാറാണ് പതിവുള്ളത്. പക്ഷേ ഇതെന്തായാലും ഞങ്ങൾ പൂവല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ വെട്ടിക്കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. എൻ്റെ ചെറിയൊരു കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ പിള്ളേരൊക്കെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 മാസത്തോളം ആയിട്ടുണ്ട്. സ്കൂൾ പൂട്ടിയപ്പോൾ വന്നതാണ് അക്ഷയും കല്യാണിയും. അവരുടെ ഒരുപാട് ഡ്രസ്സുകൾ തിരിച്ച് കൊണ്ടുപോകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി മടക്കി വെക്കുകയാണ്. പിന്നെ ഞാനും കുറച്ച് ദിവസങ്ങളിവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെയും കുറച്ച് ഡ്രസ്സുകളുണ്ട്. ഇതൊക്കെ പാക്ക് ചെയ്ത് ഡ്രസ്സൊക്കെ മാറി ഏകദേശം ഞങ്ങളൊരു 5 മണിയാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. എൻ്റെ വീട്ടിലേക്ക്, അതായത് കാരമുക്കിലേക്ക് വരാനായിട്ട്, ചേട്ടൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ നാളെ സ്കൂൾ തുറക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഒരുപാട് പരിപാടികൾ ചെയ്യാനായിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പോകുന്ന വഴിക്ക് കല്യാണിക്കും അക്ഷയ്ക്കും കൂടിയിട്ട് അച്ഛൻ കുറച്ച് ബുക്കുകളൊക്കെ വാങ്ങിച്ച് പൊതിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തിട്ടാണ് പോകുന്നത്. ഡിക്കിയിൽ നോക്കിയപ്പോൾ നിറച്ച് സാധനങ്ങളാണ്. ഇതൊന്നും പോരാണ്ട് ചാക്കിലെ ചക്കയും കൊണ്ടുവരുന്നുണ്ട്. ബാക്കിയുള്ള ചക്കയും കൂടിയും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇവിടെ വന്ന് പഴുപ്പിച്ച് കഴിക്കാമല്ലോ. പിള്ളേർക്കാണെങ്കിൽ ചക്ക ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ചക്കയും മാങ്ങയും കായും ഒക്കെ കൂടിക്കൊണ്ട് ഞങ്ങൾ നേരെ പോവാണ് കേട്ടോ. വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുന്ന സമയത്ത് ഭയങ്കര വിഷമാണ് എല്ലാവർക്കും. 2 മാസമല്ല 2 ദിവസം വരെ നിന്നിട്ട് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ. ഇത്രയും ദിവസം വീട്ടിൽ കളിയും ചിരിയും തല്ലൂട്ടവും വഴക്കും ഒക്കെ ആയിട്ട് അങ്ങനെ നല്ല വൈബായിട്ട് അങ്ങോട്ട് പോയി. ഇനി അമ്മയ്ക്ക് തന്നേക്ക് നിൽക്കണം, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ആളും എനക്കില്ലാത്ത പോലെയാണെന്നൊക്കെയാണ് അമ്മ പറയാറുള്ളത്. എന്തായാലും നമുക്ക് സ്കൂൾ തുറക്കണ കാരണം കൊണ്ട് തിരിച്ചു വരാതിരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരോടും യാത്ര പറഞ്ഞ് പോരാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.